കാത്തിരിപ്പിന് വിരാമം. നവീകരിച്ച കാഞ്ഞങ്ങാട് കോട്ടച്ചേരി ബസ് സ്റ്റാൻഡ് വീണ്ടും ബസ്സുകൾക്കായി തുറന്നു നൽകി. 63 ലക്ഷം രൂപ ചെലവിൽ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച ബസ് സ്റ്റാൻഡ് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്തത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന ബസ് സ്റ്റാൻഡ് യാർഡ് മൊത്തമായും കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചാണ് ഇപ്പോൾ ബസ്സുകൾക്കായി വീണ്ടും തുറന്നു നൽകിയത്. വെള്ളിയാഴ്ച രാവിലെ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ പുതുക്കിയ യാർഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2 വർഷത്തിലധികമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് അത് ആരംഭിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇത്രയും പണം ചെലവഴിച്ച്, കാരണം 65 ലക്ഷം രൂപയാണ് നമ്മൾ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ ആവശ്യപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് നാറ്റ്പാക്കിനെ സമീപിക്കുകയും നാറ്റ്പാക്ക് എന്ന ഏജൻസി അതിന് വേണ്ടുന്ന സ്ട്രക്ചറൽ ഡിസൈൻ ഇവിടെ വന്ന് അതിന്റെ സർവേ നടത്തി തയ്യാറാക്കി തരികയും ചെയ്തു. അതിനുശേഷമാണ് ഇതിന്റെ അംഗീകാരം ലഭിക്കുകയും ഭരണ സാങ്കേതിക അനുമതി ലഭിക്കുകയും ഇതിന്റെ ടെൻഡർ നടപടികളിലേക്ക് പോവുകയും ഇന്ന് ഏറ്റവും മനോഹരമായി ഈ ഒരു ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് ചെയ്ത് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുകയും ചെയ്യുന്നത്. ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽറ്റിക് അബ്ദുള്ള അധ്യക്ഷനായി. നഗരസഭാ എഞ്ചിനീയർ P. ഷിബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ K. ലത, K. അനീഷൻ, KV സരസ്വതി, K. പ്രഭാവതി, വാർഡ് കൌൺസിലർ M. ശോഭന, നഗരസഭാ സെക്രട്ടറി P. ഷിബു തുടങ്ങിയവർ സംബന്ധിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കരാറുകാരൻ അബ്ദുള്ള കുഞ്ഞിക്ക് ആദരവ് നൽകി. കഴിഞ്ഞ ഏപ്രിൽ 1-നാണ് നവീകരണ പ്രവൃത്തികൾക്കായി ബസ് സ്റ്റാൻഡ് അടച്ചത്. അന്നു മുതൽ പുറത്തെ പ്രധാന റോഡരികിലാണ് കാസർഗോഡ് മാവുങ്കാൽ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകളും നീലേശ്വരം കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളുമെല്ലാം ആളുകളെ ഇറക്കിയിരുന്നതും കയറ്റിയിരുന്നതും. യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള സീബ്ര ലൈൻ കൂടിയുള്ള ഇടമായതിനാൽ ഇതിവിടെ സദാസമയവും ഗതാഗതക്കുരുക്കിനും ആൾത്തിരക്കിനും ഇടയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ബസ് ഡ്രൈവർമാരും ഓട്ടോ ടാക്സി ഡ്രൈവർമാരും യാത്രക്കാരും വ്യാപാരികളുമെല്ലാം പലതരത്തിലുള്ള വിഷമതകളാണ് നാളിതുവരെയായി അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതിനെല്ലാമാണ് ഇപ്പോൾ അറുതിയായിരിക്കുന്നത്. മാത്രമല്ല, 1.5 മാസം കൊണ്ട് തീർക്കാമായിരുന്ന പ്രവൃത്തി 5.5 മാസത്തോളം നീണ്ടുപോയത് പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും അപവാദങ്ങൾക്കും അവസരം ഒരുക്കിയിരുന്നു. അല്പം വൈകിയാണെങ്കിലും വിചാരിച്ചതുപോലെ തന്നെ യാർഡിന്റെ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കി തുറന്നു നൽകാനായതിന്റെ സന്തോഷത്തിനും സംതൃപ്തിയിലുമാണ് നഗരഭരണ സമിതി. മറ്റെല്ലാം മറന്നും മാറ്റിവെച്ചും ഇതിൽ ആശ്വാസം കൊള്ളുകയാണ് പൊതുജനങ്ങളും. 63 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ ബസ് സ്റ്റാൻഡ് യാർഡ് ആധുനിക രീതിയിൽ പുനർനിർമ്മാണം നടത്തിയത്. അനുബന്ധമായുള്ള അഴുക്കുചാലിന്റെയും കൈവരിയുടെയും നിർമ്മാണവും അധികം വൈകാതെ പൂർത്തീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.